ഹായ്, ഇന്ന് നമുക്ക് വൺ പോട്ട് റെസിപ്പി ആയിട്ടുള്ള ചെമ്മീൻ കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 250 ഗ്രാം ചെമ്മീൻ ഞാൻ നന്നായി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഈ ചെമ്മീനിലോട്ട് കൈ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് പരട്ടി വെച്ച ചെമ്മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊരു 1/4 ഭാഗം വേവായി കിട്ടിയാൽ മതി. ഇനി ഒരു കുക്കർ അടുപ്പിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയോട് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് സ്പൈസസ് ആയിട്ടുള്ള 2 പട്ടയും 2 ഗ്രാമ്പും ചേർക്കാം. ഇതിലോട്ട് 3 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇതിലോട്ട് 3 മീഡിയം സവോള സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും 2 ചെറിയ സൈസ് തക്കാളിയും കുറച്ച് ഉപ്പുകൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ബിരിയാണി വെക്കാൻ യൂസ് ചെയ്യുന്നത് കൈമ റൈസാണ്. 3 ഗ്ലാസ് കൈമ റൈസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും 1 നാരങ്ങയുടെ പകുതി നീരും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പിൻ്റെ പാകം നോക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുക്കർ അടയ്ക്കാം. ഇനി 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്നു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരിയൊന്നും ഒട്ടിപ്പിടിക്കുകയോ കുഴഞ്ഞു പോവുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.